നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു ബഡ് പ്ലാവാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരിയേറെ ഫലവൃക്ഷങ്ങളൊക്കെയുണ്ട് ഈ ഒരു വീടിൻ്റെ മുറ്റത്ത്. ഇപ്പോൾ ഈ കാണുന്നത് ബസ് റൂട്ടാണ്. ബസ് റൂട്ട് ചേർന്ന് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. നല്ല വീതിയുള്ള ടാറിങ് റോഡ്, മെയിൻ റോഡ് ചേർന്ന് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു ഇംഗ്ലണ്ടുകാരൻ പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു ഒറ്റനില വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ നമുക്കത് കാണാം. നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെ 20-25 വണ്ടിയോളം പാർക്ക് ചെയ്യുന്ന അത്രയും നല്ല വിശാലമായൊരു മുറ്റമൊക്കെ. വീടിൻ്റെ മുറ്റമൊക്കെ ആണെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുമുണ്ട്. ബസ് റൂട്ടിൽ നിന്ന് കയറി വരുന്ന വഴിയൊക്കെ ആണെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുമുണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുമുണ്ട്. വീഡിയോയിൽ നമുക്കത് കാണാം. ഒരു കേരള സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു ഒറ്റനില വീട്. വീടിൻ്റെ സിറ്റ് ഔട്ട് നമുക്ക് കാണാം. നല്ല വിശാലമായൊരു സിറ്റ് ഔട്ടും നല്ല വിശാലമായൊരു കാർ പോർച്ചുമൊക്കെ. 8 വർഷം മാത്രമേ ഉള്ളൂ ഈ ഒരു വീടിന് പഴക്കമുള്ളൂ. നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു ഇംഗ്ലണ്ടുകാരൻ പണിതിരിക്കുന്ന ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 4 ബെഡ്റൂം, 4 ബാത്റൂം, സിറ്റ് ഔട്ട്, ലിവിങ് റൂം, ഡൈനിങ് ഹാള്, കിച്ചണ്, വർക്ക് ഏരിയ, അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുമുള്ളൊരു അടിപൊളി ഒരു ഒറ്റനില വീടാണ് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുമുണ്ട്. വീഡിയോയിൽ നമുക്കത് കാണാം. നല്ല വീതിയുള്ള ഗേറ്റാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. ചുറ്റുമതിലിൻ്റെ അകത്താണെങ്കിൽ ഒത്തിരിയേറെ ഫലവൃക്ഷങ്ങളൊക്കെയുണ്ട്. മാവ്, പ്ലാവ്, റംബുട്ടാൻ, തെങ്ങ്, അങ്ങനത്തെ ഒത്തിരിയേറെ ഫലവൃക്ഷങ്ങളുണ്ട് ഈ ഒരു വീടിൻ്റെ മുറ്റത്ത്. 1 ഏക്കർ സ്ഥലമാണ് വരുന്നത്. 2500 സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത്. ഒരു ജീവിത വരുമാനമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. റബ്ബറാണ് ഈ 1 ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് ഉള്ളത്. അതോടൊപ്പം തന്നെ ആഞ്ഞിലിത്തടി, തേക്കിൻതടി, പ്ലാവുംതടി, അങ്ങനത്തെ ഒത്തിരിയേറെ തടികളുമുണ്ട് ഈ 1 ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത്. ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തെ ഫലവൃക്ഷങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാവ്, റംബുട്ടാൻ, പേര, ചാമ്പ, അങ്ങനത്തെ ഒത്തിരിയേറെ ഫലവൃക്ഷങ്ങളുണ്ട് ഈ ഒരു വീടിൻ്റെ മുറ്റത്ത്. വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ഫുള്ള് നിങ്ങളൊന്ന് കണ്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടിയുടെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. 1 ഏക്കർ സ്ഥലത്തിൻ്റെ അകത്തെ കൃഷികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റബ്ബറാണ്. അതോടൊപ്പം തന്നെ ഒരിക്കലും വെള്ളം വറ്റാത്ത കിണറുമുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ജാതിയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു വരുമാനമൊക്കെയുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി, ഒരു നല്ലൊരു വീടും ഒക്കെ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇത് അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ്. 250 മീറ്ററാണ് ബസ് റൂട്ട് ഫ്രണ്ടേജാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നത്. വീഡിയോയിൽ നമുക്കത് കാണാം. ഇപ്പോൾ 1 ഏക്കർ സ്ഥലവും 2500 സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കുന്ന വില
1,50,00,000 രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത്. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പാലാ റൂട്ടിൽ കിടങ്ങൂർ ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. കിടങ്ങൂർ ടൗണിന് സമീപം 1 ഏക്കർ സ്ഥലവും 2,500 സ്ക്വയർ ഫീറ്റ് വീടും 1.5 കോടി രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ. വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക. ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കടക്കാം.